ഹായ് ഫ്രണ്ട്സ്, പനോളി കാർസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ കയ്യിൽ ഒരു 2015 മോഡൽ സിൽക്കി സിൽവർ കളർ നല്ലൊരു ഹൈ ക്വാളിറ്റി ഇന്നോവേറ്റർ വന്നുള്ളത്. പിന്നെ ഈ വണ്ടിനെ പറ്റി പറയുമ്പോൾ അത് ഓൾറെഡി ഇപ്പോൾ ലൈഫ് ടാക്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ട് നമ്പറായി RC അടക്കം ഇഷ്യൂ ആയ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഫിനാൻസ് ഇടാൻ താല്പര്യമുള്ളവർക്ക് ഫിനാൻസ് ഇടാൻ പറ്റും. ഏകദേശം ഒരു 7 ലക്ഷം രൂപ വരെയൊക്കെ ഫിനാൻസ് ഇടാൻ പറ്റും. ഈ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് വന്നുള്ളത്. അപ്പം വീഡിയോ കടന്നാലോ. അതിന് മുമ്പ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്തറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പിന്റെ എക്സാക്ട് ലൊക്കേഷൻ. പിന്നെ വണ്ടിന്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയേണ്ടവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ചാൽ മതി. പിന്നെ ഇതേപോലെ തന്നെ ഇനി ഒരു 5-6 ഇന്നോളി സ്റ്റോക്ക് വരാണ് കേട്ടോ. 1,00,000 രൂപ 2012 മോഡൽ വണ്ടി, പിന്നെ അതേപോലെ 83,000 രൂപ 2013, പിന്നെ 15 മോഡൽ 16 രജിസ്ട്രേഷൻ അല്ല, അങ്ങനെ ഏകദേശം 5-6 ഇന്നോവ നമ്മളെ കയ്യിൽ ഇനിയും സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ആ വണ്ടിൻ്റെ അറിയേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 2015 മോഡലാണ്. നിലവിൽ ഇപ്പോൾ സെക്കൻഡ് ഓൺഷിപ്പ് ആയിട്ടുണ്ട്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഇപ്പോൾ RC കാര്യങ്ങളൊക്കെ ഇഷ്യൂ ആയതുകൊണ്ട് സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി ആയിട്ടുണ്ട്. ഇതൊരു കസ്റ്റമർ നമുക്ക് പാർക്കാൻ സെല്ലുന്ന വണ്ടിയാണ്. പിന്നെ G4 ആണ് ഈ വണ്ടിൻ്റെ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഏകദേശം ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിലും വരും. 4 ഡോർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, പിന്നെ 2015 മോഡലാകുമ്പോൾ 2 എയർ ബാഗും വരും. പിന്നെ എക്സ്റ്റീരിയറിൻ്റെ കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഈ വണ്ടിയുടെ ഓവറോൾ എക്സ്റ്റീരിയർ കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല നീറ്റ് മിന്റ് കണ്ടീഷനിലാണ് വണ്ടി ഉള്ളത്. എക്സ്റ്റീരിയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കും, നല്ല കണ്ടീഷനുള്ള എക്സ്റ്റീരിയർ ഭാഗം കാര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ ഓവർ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വണ്ടിക്ക് എവിടെയും കാണാനുണ്ടാവില്ല. പിന്നെ സൈഡത്തെ വ്യൂ ഒക്കെ നോക്കുമ്പോൾ ഡോർ സൈഡിൽ ക്രോം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. ഈ സൈഡൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഓവർ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും, നല്ല ഷേപ്പിലെ വണ്ടിയാണ്. പിന്നെ ബാക്കത്തെ ഒരു വ്യൂ ഒക്കെ നോക്കുമ്പോൾ ബാക്ക് സൈഡിലും കുഴപ്പമൊന്നുമില്ല. ഡിക്കി ക്രോം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. അങ്ങനെ ഓവർ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വണ്ടിയുമല്ല. ഇനി ഈ സൈഡൊക്കെ നോക്കും, വണ്ടി മൊത്തത്തിൽ എക്സ്റ്റീരിയറിൻ്റെ ഭാഗമൊക്കെ നല്ല കണ്ടീഷനിൽ തന്നെ വണ്ടി ഉള്ളത്. നമ്മൾ ഉൾവശമൊക്കെ നോക്കുമ്പോൾ ഇതാണ് വണ്ടിൻ്റെ ഇൻറ്റീരിയർ സൈഡ് കാര്യങ്ങളുള്ളത്. നല്ലൊരു സീറ്റ് കവർ പുതിയത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ 2015 ആയതുകൊണ്ട് തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് ബ്രൗണിലേക്കാണ് ഇൻറ്റീരിയറിൻ്റെ തീമൊക്കെ വരിക. പിന്നെ 2 എയർ ബാഗ് സേഫ്റ്റി ഫീച്ചറും വണ്ടിയിലുണ്ട്. പിന്നെ 4 ഡോർ വിൻഡോ, അങ്ങനെ ബേസിക് എല്ലാ ഓപ്ഷനും വണ്ടിയിലുണ്ട്. പിന്നെ വണ്ടി 7 സീറ്റ് കേട്ടോ. ഈ ടാക്സി പർപ്പസാർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. വണ്ടി അങ്ങനെ മൊത്തത്തിൽ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല വൃത്തിയിലെ വണ്ടിയാണ്. ഇത്തരത്തിലാണ് വണ്ടിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഭാഗം പറയാനുള്ളത്. നമുക്ക് എഞ്ചിൻ റൂമിൻ്റെ ഭാഗത്ത് നോക്കിയാലോ. വണ്ടിൻ്റെ എഞ്ചിൻ സൈഡൊക്കെ ഉള്ളത്, എഞ്ചിൻ സൈഡൊക്കെ നല്ല വൃത്തിയിലാണ്. ഓയിൽ ലീക്കേജ് കാര്യങ്ങളില്ല. പിന്നെ ഇൻ്റർകൂളർ തന്നെ വണ്ടിയാണ്. ഒരു 12-14 മൈലേജ് ഉണ്ടാവും. പിന്നെ മെയിൻ സൈഡൊക്കെ നോക്കുമ്പോൾ കേട്ടോ, ഇവിടെ ഒന്നും അങ്ങനെ ആക്സിഡൻറ്റ് സംഭവിച്ചില്ല. കമ്പനി പേസ്റ്റിങ്ങും പഞ്ചിങ്ങും എല്ലാം കറക്റ്റ് കമ്പനി തന്നെയാണ്. ഈ സൈഡൊക്കെ നോക്കുമ്പോഴും കറക്റ്റ് പഞ്ചിങ്ങും പേസ്റ്റിങ്ങും കേട്ടോ. ഇവിടെ ഒന്നും ആക്സിഡൻറ്റ് സംഭവിച്ചില്ല. ബോണറ്റ് ആയാലും. ഈ വണ്ടിയുടെ ഏകദേശം ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു കേട്ടോ. 1,35,000 കിലോമീറ്റർ റൺ ചെയ്തിട്ട് മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ വണ്ടിക്ക് നമ്മൾ വില ചോദിച്ചാൽ 9,25,000 രൂപയാണ്. ചെറിയ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുത്തിയാണ്ട് മാക്സിമം പ്രൈസിൽ മാറ്റം വരുത്തിക്കാണ്ട് തന്നെ വണ്ടി നമുക്ക് എടുക്കുന്ന കസ്റ്റമർക്ക് കൊടുക്കാൻ കഴിയും. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിനെ പറ്റി പറയാൻ പറ്റുന്നത്. പിന്നെ അതേപോലെ ഇൻ്റർകൂളർ ആകുമ്പോൾ നല്ല മൈലേജ് ഉണ്ടാവും. അപ്പോൾ ഇൻട്രസ്റ്റ് ആയവർക്ക് ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ചാൽ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അത് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവർക്ക് താങ്ക് യു.